Hi friends, welcome back to EC Handworks. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഓൾ ഓവർ ഡിസൈൻ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് രംഗോലിയുടെ ഈ ഷെയ്ഡിലുള്ള ത്രെഡാണ്. അതിൻ്റെ ഷെയ്ഡ് നമ്പർ 9069. ഇത് നമുക്ക് 3 രീതിയിൽ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻ എടുക്കാം. ഒരു ഡിസൈൻ ഇതാണ്. ഇത് വെറുതെ ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിനെ ഒന്നും കൂടെ ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിസൈനിലാക്കാം. ഇത് നമ്മൾ ഈ പെറ്റൽസിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നടുക്കിലൊരു ഹാഫ് ബീഡ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അതിന് ബോർഡർ കൊടുക്കാം. ഇതുപോലെ ബോർഡർ കൊടുത്ത് ചെയ്യാം. ഇത് മൂന്നാമത്തെ ഡിസൈനാണ്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഈ മൂന്നാണ് ഇതിൻ്റെ ലുക്സ് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സെൻറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഞാൻ ഒരു 5 പെറ്റൽ ഈവൻലി എടുത്തിരിക്കുകയാണ്. പിന്നെ നടുക്കിൽ ഒരു ചെറിയൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ലെങ്ത്തിനുള്ള നൂല് സൂചിമ കൊടുത്തിട്ട് 2 അറ്റം കൂടെ കൂട്ടി കെട്ടി നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ലൈനുമേയും ഓരോ ലേസി ടേസി സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുന്നത് ഈ സർക്കിളിൻ്റെ ബൗണ്ടറിയുമേ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഓരോ ലൈൻ എടുക്കുക. ആ ലൈനിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സർക്കിളിൻ്റെ ബൗണ്ടറിയുമേ സൂചി താഴ്ത്തുന്ന മുകളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് സർക്കിളിൻ്റെ ബൗണ്ടറിമേ തന്നെ സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഈ ലൈൻ എൻഡ് ചെയ്യണം, അത്രയും വരെ എത്തണ്ട. അതിന് തൊട്ട് താഴെയായിട്ട് വേണം, ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം താഴത്തായിട്ട് സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്നിട്ട് അപ്പുറത്ത് സൂചി മേളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ലേസി ഡേസി സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു പെറ്റലായി. ഇതുപോലെ ബാക്കിയുള്ള 4 പെറ്റൽസും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനെ പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ പെറ്റലിൻ്റെ നടുവിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് കൊടുക്കാൻ പോവാണ്. ഗോൾഡൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഗോൾഡൻ ത്രെഡാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 4 ലെയറാണ് സൂചിമ കൂടെ കോർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ലെങ്ത്തിന് 4 ലെയർ എടുത്ത് സൂചിമ കൂടെ കോർത്ത് 2 അറ്റവും കൂട്ടിക്കെട്ടി നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ
താഴത്തുനിന്ന് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. എല്ലാ പെറ്റലിനും 2 റിപ്പീറ്റഡ് സ്ട്രേറ്റ് സ്റ്റിച്ചസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ പെറ്റലിൻ്റെ ഉള്ളിലായിട്ട് അറ്റത്ത് ഈ പെറ്റൽ അവസാനിക്കുന്ന സ്ഥലത്ത് ഉള്ളിൽ സൂചി താഴത്തേക്ക് കൊണ്ടുപോകുക. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. സെയിം സ്ഥലത്ത് തന്നെ സൂചി താഴത്തുനിന്ന് മേലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം. ഈ ഗോൾഡൻ കളർ വർക്കൊന്ന് തെളിഞ്ഞ ശരിക്കും ഗോൾഡൻ കളർ ഒന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യം റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളിൽ നമ്മൾ ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പെറ്റൽസൊക്കെ നമുക്ക് ബോർഡർ കൊടുത്തൊന്ന് ഔട്ട്ലൈൻ ചെയ്യാം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പെറ്റൽസിൻ്റെ പുറത്തായിട്ട് ഓരോ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാൻ പോകുകയാണ്. ഈ പെറ്റൽ ചെയ്യാം. പെറ്റലിൻ്റെ സൈഡിലായിട്ട് 2 പെറ്റലും കൂടെ ജോയിൻ ചെയ്യുന്നിടത്തായിട്ട് സൂചി താഴ്ത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും ഉള്ളി ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. ഈ 2 പെറ്റൽസും കൂടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഏകദേശം ഇവിടെയായിട്ട് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഏകദേശം ഇവിടെയായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഈ എൻഡിൽ സൂചി മേളിലേക്ക് കൊണ്ടുവരാം. അപ്പുറത്തെ സൈഡിലായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു പെറ്റൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ മറ്റുള്ള പെറ്റൽസും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഇവിടെയായിട്ട് സൂചി താഴത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. ഏകദേശം ഈ സൈഡിൽ ഇവിടെയായിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് പെറ്റലിൻ്റെ എൻഡ് പോയിന്റിൽ സൂചി മേളിലേക്ക് കൊണ്ടുവരാം. ഇനി ഇതിന് ഒരു പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അങ്ങനെ നമ്മൾ പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് നടുക്കിലൊരു ഹാഫ് ബീഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം.
ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ഹാഫ് ബീഡ്സ് ആണ്. ഹാഫ് ബീഡ് എന്ന് പറഞ്ഞാൽ ഒരു ബീഡിൻ്റെ പകുതി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം ഫ്ലാറ്റ് ആയിട്ടിരിക്കും, മറ്റേ വശം എംബോസ് ചെയ്തിരിക്കും. ഇതുപോലെ ലെയേഴ്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് എത്ര ലെയർ വേണോ അത്ര ലെയറായിട്ട് വാങ്ങിക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള പേൾ ഹാഫ് ബീഡ്സ് ആണ്. അധികം വിലയൊന്നുമില്ല. പിന്നെ ഈ ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ സൈസിലുള്ള സൂചി വേണം. ആ സൂചിയിൽ ഒരു ലെയർ ഗോൾഡൻ ത്രെഡ് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ് വയ്ക്കാം. അപ്പം നമുക്ക് ഈ കാണുന്ന സർക്കിളിൻ്റെ ബൗണ്ടറിയിലായിട്ട് എവിടെയെങ്കിലും സൂചി താഴ്ത്തുന്ന മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഒരു ബീഡ് അതൊന്ന് കോർത്തെടുക്കാം. നമ്മൾ എവിടെയാണ് സൂചി മേളിലേക്ക് കൊണ്ടുവന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സർക്കിളിൻ്റെ ബൗണ്ടറിയിൽ തന്നെ സൂചി താഴ്ത്തി കൊണ്ടുപോകാം. എന്നിട്ട് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അങ്ങനെ നമ്മളിത് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഡിസൈൻ ആവശ്യമുള്ളത് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഓരോ പോയിൻറ്റിലും സെയിം ഡിസൈൻ തന്നെ ചെയ്തെടുക്കുക. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ഡിസൈനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.